السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. فقد قال الله تعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. وقال الله تبارك وتعالى: رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. وقد ورد في حديث قدسي يقول الله تبارك وتعالى يوم القيامة: يا معشر العلماء إني لم أضع علمي فيكم لأعذبكم، انطلقوا فقد غفرت لكم، أو كما قال عليه وعلى آله أفضل الصلوات وأزكى التسليم. صدق الله مولانا العلي العظيم وصدق رسوله النبي الكريم. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് ജാമിഅ നജ്മുൽ ഹുദ അൽ ഇസ്ലാമിയ സംഘടിപ്പിച്ച ഈ സന്നദ്ധാന മഹാസമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിച്ചു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ഈ സ്റ്റേജിന് അലങ്കാരമായി ഇന്ത്യ അറിയുന്ന മഹാനായ മുഹദ്ദിസ് സക്കരിയ മൗലാന ദാമത്ത് ബർക്കാത്തുഹുൽ ആലിയ ഈ സദസ്സിന്, ഈ സ്റ്റേജിന് അലങ്കാരമായി നമ്മളുടെ ഇടയിലുണ്ട്. സ്റ്റേജിൽ ഉന്നതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിൽ നിന്നും ബിരുദം കരസ്ഥമാക്കുന്ന യുവ പണ്ഡിതന്മാരുടെ നീണ്ട നിര നമ്മുടെ ഈ സദസ്സിലുണ്ട്. ആയിരക്കണക്കിന് സഹോദരങ്ങൾ ഈ സദസ്സിന് സാക്ഷിയായി എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സഹോദരിമാർ ഈ സദസ്സിന് സാക്ഷിയായിട്ട് എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ച്, ഒരു സന്ദർഭത്തിൽ വിശ്വമഹാപണ്ഡിതൻ മഹാനായ ഷെയ്ഖ് മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിൻ്റെ തബ്ലീഗിൻ്റെ മുബാറക്കായ അമലുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ടൊരു സദസ്സിൽ ഉണർത്തുകയുണ്ടായി. ഈ ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും ഒരു രൂപമുണ്ട്. അതേ സമയത്ത് അതേ വസ്തുക്കൾക്കൊരു യാഥാർത്ഥ്യമുണ്ട്. സൂറത്തുമുണ്ട്, ഹഖീഖത്തുമുണ്ട്. രൂപം കൊണ്ട് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്ന പ്രയോജനം നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. ആ രൂപം ഹഖീഖത്തായി മാറുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ പ്രയോജനങ്ങളും, അതിൻ്റെ ശക്തി, അതിൻ്റെ സൗന്ദര്യമെല്ലാം പ്രകടിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ ഹഖീഖത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. മഹാനവറുകൾ രണ്ട് ഉദാഹരണം പറഞ്ഞു. ഒന്ന്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കണ്ണാടിക്കൂട്ടിൽ, അലമാരിയിൽ വാങ്ങിച്ചു വച്ചിരിക്കുന്ന ഒരു മാമ്പഴമുണ്ട്. മാമ്പഴത്തിൻ്റെ രൂപമുണ്ട്. ഒരു ആപ്പിളിൻ്റെ രൂപമുണ്ട്. ഈ രൂപങ്ങളെ പോയി മണത്ത് നോക്കിയാൽ നമ്മുടെ കുട്ടികൾക്ക് മണം അനുഭവപ്പെടുകയില്ല. അത് മുറിച്ച് നോക്കിയാൽ രുചി അനുഭവപ്പെടുകയില്ല. കാരണം അത് മാമ്പഴത്തിൻ്റെ രൂപമാണ്, കേവലം രൂപം മാത്രമാണ്. അതുപോലെ തന്നെ നമ്മളുടെ കണ്ണാടിക്കൂട്ടിൽ സിംഹത്തിൻ്റെ രൂപം ചിലപ്പോൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ കുട്ടികൾ ആ സിംഹത്തിൻ്റെ വാലിൽ പോയി തൊട്ടു നോക്കും. ചിലപ്പോൾ അതിൻ്റെ ചെവിയിൽ പോയി തൊട്ടു നോക്കും.
ചിലപ്പോൾ അതിൻ്റെ ജടയിൽ പോയി തൊട്ട് നോക്കും, ചിലപ്പോൾ അതിനെ മറിച്ച് താഴെയിടും. അതിൻ്റെ എവിടെ തൊട്ട് നോക്കിയാലും മറിച്ച് താഴെയിട്ടാലും അതിന് പ്രത്യേക ഒരു പ്രതികരണം ഉണ്ടാകില്ല, കാരണം അത് കേവലം രൂപം മാത്രമാണ്. പക്ഷെ അതേ മാമ്പഴം നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വന്നാൽ വലിയ ആസ്വദിച്ച് ആ മാമ്പഴം ആ കുഞ്ഞ് കഴിക്കും. ആ സിംഹം നമ്മുടെ കുഞ്ഞ് മറിച്ച് താഴെ തള്ളിയിട്ട് ആ സിംഹം അഥവാ വനത്തിൽ നിന്ന്, ഒന്നുകിൽ വയനാട് വനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇടുക്കി വനത്തിൽ നിന്ന് എങ്ങാനും വെളിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഒരു അഭ്യൂഹം മാത്രം പറഞ്ഞാൽ ഒരുപക്ഷെ നൂറ്റുകണക്കിന് മൈലുകൾ അകലെ ചെയ്യുന്ന മനുഷ്യർ പോലും പേടിച്ചരണ്ട് അവരുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ടാകും. കാരണം സിംഹത്തിൻ്റെ രൂപത്തെയാണ് നമ്മുടെ കുഞ്ഞ് മറിച്ചിട്ട് താഴെ ഇട്ടത്. പക്ഷെ സിംഹത്തിൻ്റെ ഹഖീഖത്ത് അസൽ രൂപം യഥാർത്ഥ സിംഹം ഇതാ വനത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു ഒരു കിംവദന്തി പറഞ്ഞപ്പോൾ അത് യഥാർത്ഥമായിക്കൊള്ളുന്ന നിർബന്ധമില്ല. നൂറ്റുകണക്കിന് മൈൽ അകലെയുള്ള മനുഷ്യർ അത് കേട്ട് പേടിക്കുന്നു, അമ്പരക്കുന്നു, വീടുകൾ അടച്ചിട്ട് അതിനുള്ള സുരക്ഷിതത്വത്തിൻ്റെ മാർഗങ്ങളെ പറ്റി ആലോചിക്കുന്നു. മഹാനായ സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി അലൈഹി റഹ്മ പറഞ്ഞു, ഇത് തന്നെയാണ് മഹാന്മാരായ സഹാബത്തിൻ്റെ ആ ഇസ്ലാമിൻ്റെ ഹഖീഖത്ത് ഉൾക്കൊണ്ടുകൊണ്ടുണ്ടായിരുന്ന അവരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മഹാനായ ഒരു സഹാബിയാണ് സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു. സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് പുറപ്പെടാൻ വേണ്ടി മക്കയുടെ അതിർത്തിയിലെത്തി നിൽക്കുകയാണ്. സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹുവിനോട് മക്കയിലെ മനുഷ്യർ പറഞ്ഞു, റോമിൽ നിന്നും നിങ്ങൾ മക്കയിലെത്തി കോടിക്കണക്കിന് സമ്പത്തുകൾ സമ്പാദിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ സമ്പത്ത് എല്ലാം നിങ്ങൾ ഇവിടെ വെറും കൈയോടെ നിങ്ങളിവിടെ ഞങ്ങളുടെ കൈവശം തന്ന് ഉപേക്ഷിച്ച് വെറും കൈയോടെ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂട്ടത്തിൽ പോകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മക്കയുടെ അതിർത്തി വിട്ടുകിടക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കുകയില്ല. സുഹൈബ് റൂമി റളിയല്ലാഹു തആല ചോദിക്കുന്നു, എൻ്റെ മുഴുവൻ സമ്പത്തും നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കാം. എനിക്ക് എൻ്റെ ജീവനും കൊണ്ട് എൻ്റെ ഹബീബിൻ്റെ മെഹബൂബിൻ്റെ മഅ്ശൂഖിൻ്റെ തിരുസന്നിധിയിലേക്ക് മദീന മുനവ്വറിൽ എത്തിച്ചേരാൻ അനുമതി മാത്രം നിങ്ങൾ നൽകിയാൽ മതി. സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും മക്കയിലെ മനുഷ്യരുടെ മുശ്രിക്കുകളുടെ മുമ്പിൽ അടിയറവ് വെച്ചുകൊണ്ട് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആരംഭപ്പുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ മദീന മുനവ്വറിലെത്തിയപ്പോൾ അങ്ങകലെ നിന്ന് വരുന്ന സുഹൈബ് റൂമിയെ കണ്ടുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ടരുളുകയാണ്, റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്. സുഹൈബേ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, സുഹൈബേ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നിന്നെ യാത്രയാക്കാൻ കഴിവുള്ളവനാണ് നിന്റെ രക്ഷിതാവ്. ആ രക്ഷിതാവിൻ്റെ പരിശുദ്ധമായ ദീൻ സ്വീകരിച്ചുകൊണ്ടാണല്ലോ നീ മദീന മുനവ്വറയിലേക്ക് വന്നത്. അബൂ സൽമാൻ റളിയല്ലാഹു തആല മഹാനായ സ്വഹാബിയാണ്. മഹാനായ സ്വഹാബി മക്കയിൽ നിന്നും ഹിജ്റത്ത് ചെയ്ത് മദീന മുനവ്വറയിലേക്ക് യാത്രയാകാൻ വേണ്ടി അബൂ സൽമത്ത് റളിയല്ലാഹു തആല തൻ്റെ ഭാര്യയാകുന്ന ഉമ്മു സൽമാ റളിയല്ലാഹു തആലയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോൾ അതേ മക്കയിലെ ഖുറൈശികൾ പറയും, താങ്കൾക്ക് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകാം, പക്ഷേ മക്കയിലെ നിവാസിയായിരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഉമ്മുസൽമയുടെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചുകൊണ്ട് താങ്കൾ മദീനയിലേക്ക് പുറപ്പെടാൻ സന്നദ്ധനാണെങ്കിൽ താങ്കൾക്ക് പുറപ്പെടാം, അതല്ല എങ്കിൽ താങ്കൾക്ക് മക്കയിലേക്ക് മടങ്ങാം. അബൂ സൽമത്ത് റളിയല്ലാഹു തആല ചോദിക്കുന്നു, ഞാൻ ഭാര്യ ഉപേക്ഷിക്കാൻ സന്നദ്ധനാണ്, മകനെ ഉപേക്ഷിക്കാൻ സന്നദ്ധനാണ്, കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സന്നദ്ധനാണ്, പക്ഷെ എനിക്ക് എൻ്റെ ഹബീബിൻ്റെ തിരുസന്നിധിയിലെ ചാരത്തേക്ക് പോകണം. എൻ്റെ മെഹബൂബിൻ്റെ മഅ്ശൂഖിൻ്റെ തിരുസന്നിധിയിൽ മദീന മുനവ്വറിൽ തന്നെ മെഹബൂബിനെ സന്ദർശിക്കണം. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷമാണ്. അതിന് മാത്രം നിങ്ങൾ അനുമതി നൽകിയാൽ എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നു അല്ലാഹുവാണ്, എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു അല്ലാഹുവാണ്. ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ പുറപ്പെട്ടു പോവുകയാണ്. ബഹുമാനമുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും, ഒരു കാലഘട്ടം മൗലാന അബുൽ ഹസൻ അലി നദ്വി അലൈഹി റഹ്മ പറയുന്ന ഒരു കാലഘട്ടം ഇസ്ലാമിൻ്റെ ഹഖീഖത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു.
മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അല്ലാഹുവിന് വേണ്ടി എന്തും ത്യാഗം ചെയ്യൽ മഹാന്മാരായ സ്വഹാബത്ത് തയ്യാറായിരുന്നുവെങ്കിൽ ആ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഈമാനും ആ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഇത്തിബാഉർ റസൂലും ആ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ആഖിറത്തിൻ്റെ ചിന്തയും അതൊന്നുകൊണ്ടിട്ട് അല്ലാഹു തആല സ്വഹാബത്തിൻ്റെ മുമ്പിൽ വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വാതിലിനെ തുറന്നു കൊടുത്തുകൊണ്ടേ പോയി എങ്കിൽ മഹാനായിരിക്കുന്ന അലീമാൻ അലൈഹി റഹ്മ പറഞ്ഞു, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സൂറത്ത് നമ്മുടെ മുമ്പിലുണ്ട്, ഇൽമിൻ്റെ സൂറത്ത് നമ്മളുടെ മുമ്പിലുണ്ട്, ഉലമാക്കളുടെ സൂറത്ത് നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷേ ആ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഏതൊരു ത്യാഗത്തോടുകൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ ജീവിതങ്ങളിലേക്ക് പകർത്തുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ ഉമ്മത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ലോകരംഗത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനം നിലനിർത്താൻ വേണ്ടി ഒരു പാടുപെട്ടു പരിശ്രമിച്ചു. ആ ഒരു അവസ്ഥയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഹഖീഖത്തിലേക്ക് മടങ്ങി വരാൻ, ഇസ്ലാമിൻ്റെ ഹഖീഖത്തിലേക്ക്, ഇൽമിൻ്റെ ഹഖീഖത്തിലേക്ക് ഉമ്മത്തിനെ മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അള്ളാഹു പറഞ്ഞ വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈമാനിയായ ശക്തി ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ലോകത്ത് ദുർബലരാകേണ്ടി വരികയില്ല, ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. നിങ്ങൾ തന്നെ ഈ ലോകത്ത് ഉയർന്നതരായി അള്ളാഹു നിങ്ങൾ തന്നെ നിലനിർത്തുമെന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറഞ്ഞുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് നൽകിയ വലിയൊരു ശക്തിയുള്ള അമലാണ് ദഅവത്തിൻ്റെ തബ്ലീഗിൻ്റെ മുബാറക്കായ ദഅവത്തിൻ്റെ ഹഖായ മുബാറക്കായിരിക്കുന്ന അമൽ. ആ ദഅവത്തിൻ്റെ മുബാറക്കായ അമൽ വഴിയായിട്ട് 10,000 ജനലക്ഷങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു. മഹാനായ മൂസാ മൗലാന റഹിമഹുല്ലാഹ് മഹാനവറുകൾ ദീനിൻ്റെ ഇൽമു പഠിച്ചു ലാൽപേട്ടയിൽ നിന്ന് മാണി ഹദറത്തിൻ്റെ ശിഷ്യനായിട്ടും മുരീദായിട്ട് ദീനിൻ്റെ ഇൽമു പഠിച്ച് തൻ്റെ നാട്ടിലെത്തുന്നു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ 4 മാസത്തേക്ക് നിസാമത്തിലേക്ക് പുറപ്പെട്ടു പോകുന്നു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ 4 മാസം പൂർത്തിയാക്കിയിട്ട് മഹാനായ മൗലാന ഉൾപ്പെടെയുള്ള ഉലമാക്കളുടെ ജമാഅത്ത് മടങ്ങി വരാൻ പോയപ്പോൾ മഹാനായ ഹദറത്ത് മൗലാന മുഹമ്മദ് യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരു അടുത്തൊരു നിലയിൽ ആ സൗഭാഗ്യവാന്മാരുടെ ജമാഅത്തിനോട് പറഞ്ഞു, നിങ്ങൾ 4 മാസത്തേക്ക് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഞാൻ യാത്രയാക്കുന്ന ലക്ഷ്യമുണ്ടായിരുന്നു. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, അള്ളാഹു അല്ലാത്ത ഒരാളെ കൊണ്ടും ഒന്നും നടക്കുകയില്ല എന്നുള്ള ആ അള്ളാഹുവിൻ്റെ യഖീൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ 4 മാസത്തേക്ക് ജമാഅത്തിൽ അയച്ചത്. അതുകൊണ്ട് 4 മാസം നിങ്ങൾ പോയി മടങ്ങി വന്നുവെങ്കിൽ ആ യഖീൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 4 മാസത്തേക്ക് ഒരു ദുനിയാവുമില്ലാതെ അള്ളാഹുവാണ് നിങ്ങളെ സഹായിക്കുന്നവൻ. നിങ്ങളുടെ ഖാലിഖ്, നമ്മുടെ ഖാലിഖ് അള്ളാഹുവാണ്, റാസിഖ് അള്ളാഹുവാണ്, നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണെന്ന് ആ പൂർണ്ണ ചിന്തയിൽ യഖീനിൽ അടുത്ത 4 മാസത്തേക്ക് പുറപ്പെട്ടു പോകാൻ ആര് തയ്യാറുണ്ട് എന്ന് ചോദിച്ചു. മൂസാ മൗലാന പറയുകയാണ്, ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞ് ഞാൻ തയ്യാറാണ്. മൗലാന പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഈ 4 മാസം അള്ളാഹുവിൻ്റെ സഹായം കാണാൻ സാധിച്ചതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല. ബഹുമാനമുള്ള യുവ പണ്ഡിതന്മാരെ, ഞാനും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ജാമിഅ നജ്മുൽ ഹുദായ മഹാനായിരിക്കുന്ന മൗലാന അവർകൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ദുബൈയിലെത്തിയപ്പോൾ ആ ജമാഅത്തിൻ്റെ ചെറിയൊരു പരിശ്രമം, അബൂബക്കർ ഹാജി അതിന് സാക്ഷിയാണ്, ഇബ്രാഹിം ഹാജി മൗലാനയുടെ ഒരു ബയാൻ മാത്രമേ കേട്ടുള്ളൂ. ഒരു ബയാൻ കേട്ടുകൊണ്ട് ഇബ്രാഹിം ഹാജി നേരത്തെ സാലിഹായ ഒരു മനുഷ്യനാണ്, നേരത്തെ ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനാണ്. ഇബ്രാഹിം ഹാജി നമസ്കാരമില്ലാത്ത ആളായിരുന്നില്ല, ധർമ്മം ചെയ്യാത്ത ആളായിരുന്നില്ല, നേരത്തെ സാലിഹായ നമസ്കാരമുള്ള ആളാണ്, സാലിഹായ മനുഷ്യനാണ്, ധർമ്മിഷ്ഠനായ മനുഷ്യനാണ്. പക്ഷെ മൂസാ മൗലാനയുടെ ഒരു ബയാൻ കേട്ടപ്പോൾ അള്ളാഹു തആല ദീനിൻ്റെ വഴിയിൽ അള്ളാഹു തആല മഹാന്മാരുടെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം മൂസാ മൗലാനയുടെ ഒരു ബയാൻ കേട്ടപ്പോൾ ഹാജി സാഹിബിൻ്റെ വലിയ അവസ്ഥകൾ മാറി. അള്ളാഹുവിലും ആഖിറത്തിലും എൻ്റെ സമ്പത്ത് മുഴുവൻ ഇനി അള്ളാഹുവിനുള്ളതാണ് മൗലാന, അതുകൊണ്ട് എനിക്ക് നല്ലൊരു സ്ഥാപനം സ്ഥാപിക്കണം. ആ സ്ഥാപനം കൊണ്ട് എൻ്റെ ലക്ഷ്യം മൗലാന ഏതൊരു ദീനിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടു വന്നോ അതുപോലെ ദീനിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോകുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കണം. ഇതെൻ്റെ ലക്ഷ്യമാണ് മൗലാന. അതുകൊണ്ട് മൗലാന കേരളത്തിൽ എവിടെ സ്ഥാപിക്കാൻ പറഞ്ഞാലും അത് മൗലാന തീരുമാനമിട്ടിരിക്കുന്നു. മൗലാന പറയുന്ന സ്ഥലത്ത് ഞാൻ ആ സ്ഥാപനം സ്ഥാപിക്കും. അള്ളാഹു തീരുമാനിച്ച ഈ സ്ഥലത്തെയായിരുന്നു മഞ്ചേരി നജ്മുൽ ഹുദ സ്ഥാപിതമായി. അൽഹംദുലില്ലാഹ്. നമ്മൾ ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം, മൗലാനയുടെ വാക്കുകൾ കേട്ട് നൂറ്റുകണക്കിന് സ്ഥാപനങ്ങളാണ് കേരളത്തിലുണ്ടായത്.
കമാലുദ്ദീൻ ഹാജി കൊല്ലം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒരു മാളുണ്ടാക്കണം. ആ കാലഘട്ടത്തിൽ എന്താ മാൾ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ്, അന്ന് പറയുക ഷോപ്പിംഗ്, പിന്നാണ് മാളായി മാറിയത്. ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങി, നല്ല ഉയർന്നൊരു നല്ല വലിയ വില കൊടുത്തൊരു സ്ഥലം വാങ്ങി. മൗലാന അതുവഴി പോയപ്പോൾ കമാൽ ഹാജി പറഞ്ഞു, മൗലാന ഞാൻ കൊല്ലം വട്ടത്തിലെ ഹൃദയഭാഗത്ത് നല്ലൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് എൻ്റെ ലക്ഷ്യം. മൗലാനയുടെ ഒരു വാക്ക് ഹജാരി അത് ആഖിറത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി കൂടെ ചോദിച്ചു. അത് ആഖിറത്തിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സായി മാറട്ടെ. മൗലാനയുടെ ഒരു വാക്ക്, ആ ഒരു വാക്ക് കൊണ്ട് മനാറുൽ ഇസ്ലാം ഉണ്ടായി. ഒരു വാക്ക് കൊണ്ട് മൗലാനയുടെ ഒരു വാക്ക് കൊണ്ട് ജാമിഅ നജ്മുൽ ഹുദ ഉണ്ടായി. അങ്ങനെ മൗലാനയുടെ ഒരു വാക്ക് കൊണ്ട് സിറാജുൽ ഹുദ ഉണ്ടായി, അബൂബക്കർ ഹാജിയെ കൊണ്ടുണ്ടായി. ഇങ്ങനെ കേരളത്തിൽ എത്രയോ പള്ളികളുണ്ടായി, മദ്രസകളുണ്ടായി. 10,000-കണക്കിന് ദീനിൻ്റെ മാർഗത്തിൽ പാടുപെട്ട് പരിശ്രമിച്ച് ദീൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വികാരമായിട്ട് മാറി. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി ദീനിന് വേണ്ടി പാടുപെടുന്ന പരിശ്രമിക്കുന്ന 10,000 ലോകത്തിലെ മഹാനായിരിക്കുന്ന മൗലാന അവരുടെ പരിശ്രമം കാരണമായി എങ്കിൽ യുവ പണ്ഡിതന്മാരെ നമുക്കെല്ലാവർക്കും വലിയൊരു കടമയുണ്ട്. മുസ മൗലാന അവർകൾ, ഇബ്രാഹിം ഹാജി അവർകൾ ഏതൊരു ലക്ഷ്യത്തിൽ ഈ സ്ഥാപനത്തെ സ്ഥാപിച്ചോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങിയാൽ മൗലാന അബുൽ ഹസൻ അലി നദവി പറഞ്ഞ ഇൽമിൻ്റെ ഹഖീഖത്തിലേക്ക് നമ്മൾ നടക്കുന്നവരാകും. ഇപ്പോൾ ഇൽമിൻ്റെ സൂറത്ത് നമ്മളുടെ കൈവശമുണ്ട്. മൗലാന അബുൽ ഹസൻ നദവി അലൈഹി റഹ്മ പറഞ്ഞ ആ ഇൽമിൻ്റെ ഹഖീഖത്തിലേക്ക് മൂസ മൗലാന നടത്തു. മൗലാനയെ കൊണ്ടില്ല 10,000-കണക്കിന് ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ ദീനി സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായതുപോലെ ആ മൗലാനയുടെ ആ കാൽപ്പാടുകളെ പിൻപറ്റിക്കൊണ്ട് ഇബ്രാഹിം ഹാജി ഈ സ്ഥാപനത്തിൽ എപ്പോഴൊന്ന് കുട്ടികളോട് നസീഹത്ത് ചെയ്താലും ഇബ്രാഹിം ഹാജി എപ്പോഴും പറയുന്ന ഒരു കാര്യം ദൈവത്തിനെ പറ്റിയാണ്. ദൈവത്തിനെ പറ്റി 2 വാക്ക് പറയാതെ ഇബ്രാഹിം ഹാജി നസീഹത്ത് ഈ സ്ഥാപനത്തിൽ നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം നടന്നിട്ടില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ മതിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപന ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് നീങ്ങാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നതോടൊപ്പം അൽഹംദുലില്ലാഹ് ഇബ്രാഹിം ഹാജിയുടെ മക്കൾ അല്ലാഹു തആല എല്ലാവർക്കും നല്ല കൂലി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു തആല ഇസ്സത്തോടെ ആഫിയത്തോടെ അവരെല്ലാവർക്കും ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. വലിയ സൗകര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ അവർ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യുകയും നമ്മുടെ മുമ്പിൽ വരുന്ന സൗകര്യങ്ങളെ ദീനിയായിട്ട് എങ്ങനെ കൂടുതൽ പ്രയോജനപ്പെടുത്താം, ദീനിയായിട്ടൊക്കെ കൂടുതൽ പ്രയോജനപ്പെടുത്താമെന്നതിനെപ്പറ്റി ചിന്തിക്കുകയും നമ്മുടെ മുമ്പിൽ വരുന്ന സൗകര്യങ്ങളെ ദീനിയായി കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഇർത്തിദാദിൻ്റെ ഫിത്ന ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇർത്തിദാദിൻ്റെ ഫിത്ന ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് മുസ്ലിം യുവ പണ്ഡിതന്മാരുടെ കടമയാണ്. ഷക്കീലി ഫിത്ന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അത് ഇല്ലാതെയാക്കാൻ ശ്രമിക്കേണ്ടത് മുസ്ലിം യുവ പണ്ഡിതന്മാരുടെ കടമയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ ഈ കടമയെപ്പറ്റി കൂടുതലായി നമ്മൾ ചിന്തിക്കണമെന്ന സഹോദര ബുദ്ധിയ സ്നേഹബുദ്ധിയ ഉണർത്തിക്കൊണ്ട് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആശിച്ച 4 കാര്യങ്ങൾ നമ്മളെല്ലാവരും നിലനിർത്താൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ ദുആ ചെയ്തു, റബ്ബി ഹബ്ലി ഹുക്മ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നമ്മുടെ ഇബ്രാഹിം ഹാജി അവർ കിതാബിൻ്റെ ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വഫാത്ത്. ഇബ്രാഹിം ഹാജിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ വീട്ടിൽ കിടന്നുകൊണ്ട് ഷഹാദത്തിൻ്റെ ഭാഗ്യം കിട്ടിയെന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ തോന്നിപ്പോകുന്നു. ഇബ്രാഹിം ഹാജിയുടെ മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇബ്രാഹിം ഹാജി ഒരുപക്ഷെ അതിൻ്റെ ആ അപകടത്തിൻ്റെ തലേ ദിവസം പോലും ഒരുപക്ഷെ ദീനിയായിരിക്കുന്ന കിതാബുകൾ പഠിക്കുന്ന ജോലിയിൽ വ്യാപൃതരായിരുന്നിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ മുത്തഅല്ലിമായിട്ട് ഇബ്രാഹിം ഹാജി അവസാനം വരെ ജീവിച്ചു, ദീനിൻ്റെ ദാഇയായിട്ട് അവസാനം വരെ ജീവിച്ചു, അതോടൊപ്പം തന്നെ ഒരു കച്ചവടക്കാരനായിട്ട് അവസാനം വരെ ജീവിച്ചു, സ്കൂൾ നടത്തുന്ന വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷകനായിട്ട് അവസാനം വരെ ജീവിച്ചു. പക്ഷേ അല്ലാഹു തആല അദ്ദേഹം എപ്പോഴും ആഖിറത്തിൻ്റെ ചിന്തയിലും ദഅവത്ത് എന്നൊരു വാക്ക്, ഒരു മജ്ലിസിൽ പോയാൽ ദഅവത്തിൻ്റെ ഒരു വാക്ക് പറയാത്തത്, കച്ചവടക്കാരുടെ സദസ്സിൽ പോയാലും ദഅവത്തിൻ്റെ ഒരു വാക്ക് പറയുക ഇബ്രാഹിം ഹാജിയുടെ പ്രത്യേകതയായിരുന്നു. അല്ലാഹു തആല മൂസ മൗലാന മഹാനവറുകളുടെ ഖബറിനെ അല്ലാഹു തആല എല്ലാത്തിനും സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി നിലനിർത്തുമാറാകട്ടെ. മഹാനവറുകളുടെ ഓരോ വാക്കുകളാണ് ഓരോ സ്ഥാപനങ്ങളെങ്കിൽ അല്ലാഹു തആല മഹാനവറുകൾക്ക് ഇൽമ്, ആ ലദുന്നിയായ
ഇൽമ്, ഹഖീഖിയായ ഇൽമ് അത് നൽകി അനുഗ്രഹിച്ചുവെങ്കിൽ ആ ഹഖീഖിയായ ലദുന്നിയായ ഇൽമിൻ്റെ ഉടമകളാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതോടൊപ്പം നമ്മുടെ ഇൽമിൽ കൂടി നമ്മൾ ഓരോരുത്തരും സ്വാലിഹീങ്ങളാകാൻ ശ്രമിക്കണം. അൽഹംദുലില്ലാഹ്, ഇബ്രാഹിം ഹാജിയുടെ ജീവിതം വലിയൊരു സ്വലാഹിയത്തിൻ്റെ ജീവിതമായിരുന്നു. കമാൽ ഹാജിയുടെ ജീവിതം വലിയൊരു സ്വലാഹിയത്തിൻ്റെ ജീവിതമായിരുന്നു. സുബൈർ ഹാജിയുടെ ജീവിതം വലിയൊരു സ്വലാഹിയത്തിൻ്റെ ജീവിതമായിരുന്നു. നമുക്ക് നേരിൽ ബോധ്യപ്പെട്ടിടത്തോളം അൽഹംദുലില്ലാഹ് നമ്മൾ നമ്മുടെ ഇൽമിൽ കൂടി ഇൽമ അമലാക്കി മാറ്റിയെടുത്തുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ സ്വലാഹിയത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതോടൊപ്പം നമ്മളെല്ലാവരും ആശിക്കേണ്ട ഒരു കാര്യം, പടച്ചവനെ, ഈ ലോകത്തുള്ള ഈ ജീവിതം നൈമിഷികമാണ്. ഈ ലോകത്ത് എല്ലാ നിലയിലും സൽസ്വഭാവിയായി ജീവിച്ച് മാതൃകാപുരുഷനായി ജീവിച്ച് എൻ്റെ ജീവിതകാല ശേഷം എന്നെപ്പറ്റി നന്മ പറയുന്ന ഒരു കാലഘട്ടം, എന്നെപ്പറ്റി നന്മ പറയുന്നൊരവസ്ഥ ഈ ലോകത്തുണ്ടാക്കണം നമ്മളെല്ലാവരും ആശിക്കണം. ഇബ്രാഹിം ഹാജി അല്ലാഹു തആല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വലിയ കോടിക്കണക്കിന് സമ്പത്ത് കൊടുത്തു. പക്ഷേ അതുകൊണ്ട് ആഖിറം സമ്പാദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായപ്പോൾ ഇനി വലിയൊരു പുരുഷാരവം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സൽഗുണങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഓരോരുത്തരും ആശിക്കണം. അവസാനം നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി ആശിക്കേണ്ടത് സ്വർഗത്തിൻ്റെ അവകാശിയായിക്കൊണ്ട് നമ്മളും അള്ളാഹുവിലേക്ക് യാത്രയാകണം. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹുവിലേക്ക് യാത്രയാക്കണം. ഈ ലോകത്ത് എത്ര പേര് സ്വർഗത്തിൻ്റെ അവകാശികളാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ അതിനുള്ള പരിശ്രമങ്ങളല്ലേ സ്വഹാബത്ത് ചെയ്തത്, താബിഈങ്ങൾ ചെയ്തത്. നമ്മളുടെ സ്ഥാപനത്തിൻ്റെ സ്ഥാപിത ലക്ഷ്യം അത് തന്നെയാണ് എന്ന് വരുമ്പോൾ ആ സ്ഥാപിത ലക്ഷ്യത്തെപ്പറ്റി ചിന്തയുള്ളവരായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണം. ആ ഓരോരുത്തരും സന്നദ്ധരായാൽ നമ്മൾ ഓരോരുത്തരും മൂസാ മൗലാനയായിട്ട് മാറും. നമ്മൾ ഓരോരുത്തരും മൂസാ മൗലാനയുടെ ശക്തി അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകും. നമ്മളെ കൊണ്ട് പതിനായിരങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കും. അങ്ങനത്തെ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം ഹാജിക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ദിവസം പോലും ഒരു നജ്മിയുടേതായിരിക്കുന്ന ദിവസത്തിൽ കടന്നു പോകാൻ പാടില്ല. അത്രത്തോളം വലിയ കടപ്പാട് ഇബ്രാഹിം ഹാജിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു തആല മഹാൻ എല്ലാ നിലയിലും മഗ്ഫിറത്തും മർഹമത്തും നസീബാക്കുമാറാകട്ടെ. ആ ഖബറിനെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി നിലനിർത്തുമാറാകട്ടെ. ആ ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ പട്ടികൽ വിരിച്ചു കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ ആളുകൾ അണിയിച്ചു കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ വാതിൽ വിശാലമായി തുറന്നു കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം മഹാനവറുകൾ ഈ വഴിയിലേക്ക് വഴിത്താരയിലേക്ക് തിരിച്ച മൂസാ മൗലാന റഹിമഹുല്ലാ, സുബൈർ ഹാജി റഹിമഹുല്ലാ, ഈ മഹാന്മാരുടെ ഖബറുകളെയും അല്ലാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി നിലനിർത്തുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഈ ഇബ്രാഹിം ഹാജിയുടെ മുഴുവൻ മക്കൾ, ഇബ്രാഹിം ഹാജിയുടെ സഹധർമ്മിണിമാർ, അവർക്ക് എല്ലാവർക്കും ഇബ്രാഹിം ഹാജിയുടെ കുടുംബത്തിൽ ഇബ്രാഹിം അബൂബക്കർ ഹാജി ഉൾപ്പെടെയുള്ള ആ കുടുംബം ഒന്നടങ്കം അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ച് ഈ നന്മകൾക്ക് ഈ നന്മകൾക്ക് അല്ലാഹു തആല ദുനിയാവിലും ഖൈറിൻ്റെ ബർക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്ത് ഇസ്സത്തിൻ്റെ ആഫിയത്തിൻ്റെ ജീവിതർക്ക് എല്ലാവർക്കും അല്ലാഹു നസീബാക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. നമ്മേവരെയും അല്ലാഹു തആല ഇൽമിൻ്റെ മജ്ലിസിൽ പിന്നെ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബ, ആ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അല്ലാഹു സമ്മേളിപ്പിച്ചതുപോലെ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ സമ്മേളിപ്പിച്ച നാഥൻ നാം ഏവരെയും എന്നേക്കും സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വിനീതൻ ഈ സദസ്സിലേക്ക് ക്ഷണിച്ച മുസമ്മിൽ മൗലവി ഉൾപ്പെടെയുള്ള അബൂബക്കർ ഹാജി ഉൾപ്പെടെ ഇസ്ലാം മൗലവി ഉൾപ്പെടെ നമ്മുടെ ലത്തീഫ് ഉൾപ്പെടെ മുഴുവൻ ഇതിൻ്റെ ഭാരവാഹികൾ, ഈ കുടുംബാദികൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വാക്കുകൾക്കതീതമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വിനീതൻ്റെ വിനീത വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ.